ഹലോ ഓൾ. വരാനിരിക്കുന്ന കേരള PSCയുടെ എല്ലാ തരത്തിലുള്ള എക്സാമിനേഷൻസിനും സഹായകമാകുന്ന കറണ്ട് അഫയേഴ്സാണ് ഇവിടെ പറയുന്നത്. ഇന്നിവിടെ പറയുന്നത് 97ാമത്തെ ഓസ്കാർ അവാർഡിനെ കുറിച്ചാണ്. ഡോൾബി തിയേറ്റർ ലോസ് ആഞ്ചൽസിൽ വെച്ചാണ് ഈ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിൻ്റെ കീഴിലാണ് ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട 23 വിഭാഗങ്ങളിലാണ് ഈ അവാർഡ് നൽകുന്നത്. ഇത്തവണ ഈ ചടങ്ങിൻ്റെ മുഖ്യ അവതാരകനായി എത്തിയത് കോനൻ ഒബ്രയൻ ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളെ എല്ലാവരെയും ഹിന്ദിയിലാണ് ഇദ്ദേഹം അഭിവാദ്യം ചെയ്തത്. ആദ്യമായാണ് ഓസ്കാർ ചടങ്ങിൽ ഒരു അവതാരകനെ ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയായിരുന്നു അവാർഡ് കൊടുത്തത്, ഏത് വിഭാഗങ്ങളിലൊക്കെയാണ് അവാർഡ് കൊടുത്തത്, ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നതിനെക്കുറിച്ച് നോക്കാം. മികച്ച സിനിമ അനോറ, സംവിധാനം ഷോൺ ബേക്കർ, മികച്ച നടൻ അഡ്രിൻ ബോഡി, സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്, മികച്ച നടി മിക്കി മഡിസൺ, സിനിമ അനോറ, മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, സിനിമ അനോറ, മികച്ച തിരക്കഥയും മികച്ച ചിത്ര സംയോജനവും അനോറയുടെ തന്നെയാണ്, സംവിധാനം ഷോൺ ബേക്കർ ആയിരുന്നു. 97th ഓസ്കാറിൽ കൂടുതൽ അവാർഡുകൾ സ്വന്തമാക്കിയത് അനോറയായിരുന്നു. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ എമിലിയ പെരസ്. ഓസ്കാർ അവാർഡിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി കിരൺ റാവു സംവിധാനം ചെയ്ത ലപ്പാട്ടർ ലേഡീസ് ആയിരുന്നു. ഓസ്കാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.